ആ ഒരു ദിവസം ഞായറാഴ്ചയായിരുന്നു കേട്ടോ. വെളുപ്പാങ്കാലത്ത് തന്നെ പലിശക്കാരൻ ഭർത്താവ് പോയ സമയത്ത് ഒരു കവറുമായിട്ട് വീട്ടിലേക്ക് വന്നു. അതുമായിട്ട് വന്ന സമയത്താണ് ഞാൻ തന്നെ ചോദിച്ചേട്ടോ, എന്താ ഇതിനകത്ത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതില് ഒരു ഡ്രസ്സാണ്, ഒരു സ്പെഷ്യൽ ഡ്രസ്സ്, അത് നിങ്ങൾക്ക് കൊണ്ടുവന്നതാണ് എന്ന് മാത്രം പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വേണ്ടാന്ന്. നിങ്ങളുടെ കാശും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട്, അത് ഉടനെ തന്നെ തരാം. എനിക്കിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പലിശ കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും, അതൊക്കെ ഇടുകയും പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ പലിശ കുറച്ച് തരാമല്ലോ എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ മറ്റൊന്നും തോന്നിയില്ല. അയാളുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് നോക്കി. ഒരു മോഡേൺ ഡ്രസ്സായിരുന്നു. എന്തായിരിക്കും ഇത്? ആ ഡ്രസ്സ് കണ്ട സമയത്തിനെ ഞാൻ അയാളോട് പറഞ്ഞു, അയ്യോ, ഇതൊന്നും ഞാൻ ഇടുന്നതല്ല, ഇതൊക്കെ ഇട്ട് ഞാൻ എവിടെ പോകാനാണ്? ഇത് രാത്രി കിടക്കാൻ നേരം നമ്മൾ ബെഡ്റൂമിലൊക്കെ ഇടുന്ന പോലുള്ള ഡ്രസ്സല്ലേ, ഇത് ഞാൻ ഇട്ടുകൊണ്ട് എങ്ങും പോകാറൊന്നുമില്ല. ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ഇടാറില്ല സാധാരണ. എന്തെങ്കിലും ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ അതൊക്കെ മതിയായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെല്ലാ ഡ്രസ്സും ധരിച്ച് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഇങ്ങനെയുള്ള ഡ്രസ്സും എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചത്. ഇതൊന്ന് ഇട്ട് നോക്കൂ, നല്ലതാണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചെന്നോ, ഞാൻ വേറെ വാങ്ങിച്ചുകൊണ്ട് തരാം എന്ന് കൂടി അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിടാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അയാളില്ലേ ഭർത്താവ്? ഞാൻ പറഞ്ഞു, ഇല്ല, ജോലിക്ക് പോയി. ഓ, ഓക്കെ, പോയെന്നെങ്കിൽ ഇട്ടോ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അകത്തേക്ക് കയറി. ഡ്രസ്സ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കി. അയ്യേ, ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ശേഷം കഥകടച്ച് ഞാൻ അലമാരയുടെ മുന്നിൽ നിന്നും ഡ്രസ്സ് പുതിയതെടുത്തിട്ടു. അയാൾ കൊണ്ടുവന്നത് അത് നല്ല ഫിറ്റായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോൾ ഒരു സെൽഫ് ലവ് എന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ടതിന് ശേഷം ഞാൻ കണ്ണാടിയുടെ മുന്നിൽ എന്നെ തന്നെ നോക്കി. എന്ത് ഭംഗിയുണ്ട് ഇപ്പോൾ എന്നെ കാണാൻ. ആ ഒരു പഴയ മാക്സിയും സാരിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ എന്ത് ഭംഗിയാണ്, ശരിക്കും സിനിമാ നടികളെ പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ സ്വയം തന്നെ വിചാരിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വരുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ സുന്ദരിയാവാൻ തോന്നി. ഞാൻ മുഖം ആദ്യം ഒന്ന് കഴുകി, ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകി, ശേഷം വന്ന് ആ ഒരു ചന്ദനക്കുറി എടുത്തിട്ടു. പതുക്കെ ആ ഒരു തലമുടിയും കാര്യങ്ങളെല്ലാം ഒന്ന് മോഡേൺ സ്റ്റൈലിൽ തന്നെ ഒന്ന് ചീകി കിട്ടി. ശേഷം കുറച്ച് പൗഡറും കുറച്ച് ക്രീമും ഒക്കെ ഇട്ടു, ഒന്ന് സുന്ദരിയായി. ശേഷം നല്ല രീതിയിൽ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നോക്കി. ഹായ്, ഇപ്പം കണ്ടാൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞാനായിരുന്നു ഇങ്ങനെയൊക്കെ നടന്ന് എൻ്റെ ലൈഫ് കളഞ്ഞത്. ഈ ഒരു ഡ്രസ്സൊക്കെ എന്നേ മേടിക്കണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഇയാൾ തന്നെ പലിശക്കാരനാണ് അച്ഛി. അയാളിത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അയാളോട് ഒരു ദുഷ്ടനാണെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലും എനിക്ക് അയാൾ നല്ല കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് എന്ന് എനിക്ക് തന്നെ തോന്നി. അതും കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ നേരെ അയാളുടെ മുന്നിലേക്ക് ചെന്നു. പെട്ടെന്ന് എന്നെ കണ്ടതും പൊളിച്ച് നിൽക്കുകയായിരുന്നു അയാൾ. അയ്യോ, അടിപൊളി, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഭംഗി തന്നെ വേണം. കാണാൻ എന്ത് ചേരണമെന്നറിയാമോ? നിങ്ങൾ ആ ഒരു പഴയതൊക്കെ ഇട്ട് ആ ഒരു സമയം കളഞ്ഞു, ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഏതൊരു പെണ്ണിനെയും പോലെ ഞാനും ഒന്ന് പൊങ്ങിപ്പോയി അയാളുടെ ആ സംസാരത്തിൽ. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ചുറ്റും നോക്കി. ഓ, ഇപ്പം നിങ്ങളെ കണ്ടാൽ ദേവത മാതിരിയൊക്കെ എന്ന് അയാൾ പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ
എനിക്കൊരു ചിരി വന്നു. എന്നെക്കുറിച്ച് തന്നെയാണോ പറയുന്നത്? ഇപ്പം സിനിമ നടിമാരെ പോലെ ഉണ്ടല്ലോ എന്നും അയാൾ പറയുമ്പോൾ എനിക്ക് തോന്നിയ അതേ കാര്യം അയാൾക്കും തോന്നി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ശേഷം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ജോലി ചെയ്തോട്ടെ. പെട്ടെന്ന് അയാൾ എന്നെ അടിമുടിയും നോക്കി. എന്നിട്ട് പറഞ്ഞു, വേണ്ട, ഡ്രസ്സൊന്നും മാറണ്ട, ഇത് വിട്ടുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും നടക്കില്ല. അയ്യോ, ഇത് നല്ല ഡ്രസ്സല്ലേ, ഇതിട്ടുണ്ട് അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കരിയൊക്കെ ആവില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, കരിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിച്ചു തരാം, ഇത് വിട്ടുകൊണ്ടുവന്ന ഈ ഡ്രസ്സ് മാത്രം മതി, ഇത് വിട്ടുകൊണ്ട് നമുക്കിന്ന് അടുക്കളയിൽ ജോലി ചെയ്യാം, ഞാനുണ്ട് കൂടെ സഹായിക്കാനൊക്കെ എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊണ്ടുതരാം, ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, മാഡം, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പലിശയൊക്കെ കുറച്ച് തരാം, കുറച്ച് ആഗ്രഹങ്ങളല്ലേ മാഡം, അപ്പം അതൊക്കെ ഒന്ന് സാധിച്ചാൽ എന്ന് അയാൾ എൻ്റെ അടുത്ത് ഒന്ന് കെഞ്ചി പറഞ്ഞു. എങ്കിലും അയാളുടെ ഒരു ആഗ്രഹമല്ലേ. ഞാൻ അയാളെയും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ തന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട ജോലികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരല്ലോ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് അയാളുടെ അടുത്ത് പെട്ടെന്നൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ ജോലി ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി എല്ലാം എടുത്തായിരിക്കുള്ളൂ, ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിത്തരാം എന്ന് അയാളോട് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വീണ്ടും അയാൾ എന്നെ നോക്കി പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, അപ്പം ആർക്ക് കണ്ടാലും ഒന്ന് ഇഷ്ടം തോന്നും എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് പ്രണയമൊന്നുമില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമ്മളൊക്കെ ആര് പ്രണയിക്കാനാ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, ഇന്തമാതിരി ലുക്കുള്ള ഒരാളെ ആരാ പ്രണയിക്കാതിരിക്കുക, അവളോ ലുക്ക് ഉങ്ങൾക്ക് എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ തന്നെ ഒന്ന് കോരിത്തിരിച്ചു പോയി. ഞാൻ അത്രയും കാര്യങ്ങൾ കേട്ട് ആ സമയത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്ന് ചോദിക്കുമ്പം അയാൾ വേണ്ട എന്ന് മറുപടി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളയും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ചാൽ അത് വയറ് നിറയും, നിങ്ങളോട് മിണ്ടിയും പറഞ്ഞു വരുന്ന പിന്നെ വിശപ്പ് തോന്നില്ല എന്ന് അയാളടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഇതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ നിങ്ങളെപ്പോലുള്ള സുന്ദരികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ അതൊരു ചേലാണല്ലോ, അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് അടുക്കളയിലെ ചില കാര്യങ്ങൾ എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് കളയാനാണ്. ആ വേസ്റ്റ് കളയാനാണെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും സഹായം തീരെ പറ്റൂ. കുടിയനായ ഭർത്താവിനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇയാളടുത്ത് ചോദിച്ചു, ഇതൊന്ന് കളയാൻ എനിക്കൊന്ന് സഹായം ചെയ്യുമോ എന്ന് പറയുമ്പോൾ അയാളും എൻ്റെ കൂടെ വന്നു. അതിനെന്താ, ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഒരു പാത്രവും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്നെ സഹായിച്ചു. എടുക്കുന്ന സമയത്തും എന്നെ അയാൾ നോക്കി, എനിക്ക് വേദനിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും അയാൾ നോക്കിയത്. എന്നിട്ട് ശേഷം കൈ വേദനിക്കുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാനും ആ ഒരു പാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തൊട്ടടുത്ത വാഴത്തോട്ടത്തിൽ അവിടെ കൊണ്ട് കിട്ടു. പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട് ലീല ചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇത് എന്ന്. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആള് കുഴപ്പമില്ല എന്ന് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ലീല ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും അയാളിങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ അയാൾക്ക് ദുരുദ്ദേശമുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് ലീലേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ
അയാളുടെ ഒപ്പം ഒരു ഭയത്തോടു കൂടി പിന്നെ അങ്ങോട്ട് കയറി ചെന്നത്. പക്ഷേ ആൾ ഇന്നലെയും ഇന്നും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നില്ലാതെ അയാൾ ഒരു ദുരുദ്ദേശം കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുക്കളയിൽ അങ്ങനെ കയറി നിന്നു. അയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് ചെയ്തത് മതി, ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നുള്ളൂ, ഞാൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അങ്ങനെ അയാൾ ഭൂമുഖത്ത് വന്നിരുന്നു. ഞാൻ അയാളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നത് പോലെ, അയാളുടെ അടുക്കുന്നത് പോലെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം കഥ കേട്ട എല്ലാവർക്കും നന്ദി.